ഒരു കാര്യം ഞാൻ പറയും, ഇത് ആക്ച്വലി ഒരു പൊളിറ്റിക്കൽ ഒരു ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, SDP എന്ന സോഷ്യൽ ഡെമോക്രസി എന്ന ആശയം മുൻനിർത്തി രാജ്യത്ത് അംബേദ്കർ നിർത്തി വെച്ചെടുത്ത് നിന്ന് തുടങ്ങിയ സോഷ്യൽ ഡെമോക്രസി എന്ന ആശയവുമായി പ്രവർത്തിക്കുന്ന SDP ഒരു കാരണവശാലും BJPയുടെ ആസ്ഥാനത്തോ നാഗ്പൂർ ആസ്ഥാനത്തോ പോയിട്ട് കോംപ്രമൈസിന്റെ ഒരു സ്റ്റെപ്പ് പോലും എടുക്കുമെന്ന് BJPയോ ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റ് കരുതണ്ട. ഒരുപക്ഷെ ഇന്ത്യയിലെ പല സംഘടനകളെയും, മുസ്ലിം സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും തങ്ങളുടെ വരുതി നിർത്താൻ വേണ്ടിയാണ് ED ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പലരും വരുതിയിൽ വീണുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഡൽഹി ഇലക്ഷനിലൊക്കെ അത്തരത്തിൽ ചെറിയ സിംറ്റംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന അത്തരത്തിൽ ഒരുവിധ കോംപ്രമൈസും SDP എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. മാത്രമല്ല ഒരു കാര്യം കൂടി, SDP-യെ ടാർഗറ്റ് ചെയ്തതിന്റെ പ്രധാന കാരണം ഇന്ത്യയിൽ മുഴുവൻ വഖഫ് അമെന്റ്മെന്റ് ബില്ലിനെതിരെ പ്രതിഷേധം നടത്തിയതിൽ ബീഹാറിലും ആന്ധ്രാപ്രദേശിലും SDP 10,000-കണക്കിന് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയിരുന്നു. ഈ പ്രത്യേകത എന്ന് വെച്ചാൽ ഭരണകക്ഷിയായ BJPക്ക് ഒറ്റക്ക് ഭരിക്കാൻ കഴിയില്ല. ആ ഒറ്റക്ക് ഭരിക്കാൻ കഴിയാത്ത BJPയെ സഹായിക്കുന്നത് JDU-വിന്റെ ബീഹാറിലെ നിതീഷ് കുമാറും ആന്ധ്രയിലെ മുഖ്യമന്ത്രി നേതൃത്വത്തിലുള്ള ആന്ധ്രയിലെ പാർട്ടിയുമാണ്. അദ്ദേഹത്തിന് ക്ഷമിക്കണം, ഞാൻ പേര് പറഞ്ഞത്. എന്തായാലും ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ വലിയ പ്രക്ഷോഭം നടത്തുന്നതിലൂടെ BJP ഭയപ്പെട്ടു. കാരണം എന്താ, തങ്ങളുടെ പിന്തുണ എങ്ങാനും ഈ രണ്ട് പാർട്ടികൾക്കും, അവർക്ക് മുസ്ലിം ബേസ് ഉണ്ട്, വോട്ട് ബാങ്ക്, അവരെങ്ങാനും പിൻവലിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ BJP ഭരണം വീഴുന്ന അവസ്ഥയിൽ ഉണ്ടാവും എന്ന ഭയത്തിൽ നിന്ന് കൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ SDP-ക്കെതിരെയുള്ള ഈ നീക്കം നടത്തിയത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഏതൊക്കെ മുസ്ലിം പാർട്ടികളും ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളും BJP ആസ്ഥാനത്ത് കോംപ്രമൈസിന് വേണ്ടി പോയാലും SDP ഒരു കാരണവശാലും ഒരുവിധ കോംപ്രമൈസിന് പോകാൻ പോകുന്നില്ല. അത് MK ഫൈസി അല്ല, ആര് ജയിലിൽ കിടന്നാലും. MK ഫൈസി കിടന്നിട്ടുള്ള ഗാന്ധി കിടന്ന ജയിലിലാണ്, അതുപോലെ അബുൽ കലാം ആസാദ് കിടന്ന ജയിലിലാണ്, അതുപോലെ നമ്മുടെ പട്ടേൽ കിടന്ന ജയിലിലാണ്. ഇവരെല്ലാം 10-15 വർഷം ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ജയിലിൽ കിടന്നിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് 5-10 വർഷം BJP ജയിലിട്ട് എന്ന് വെച്ച് SDP-യുടെ ഒരു നേതാക്കന്മാർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ത്യൻ ഭരണഘടന എന്ന് നിലനിൽക്കുന്നു, വീണ്ടും ഇന്ത്യൻ ഭരണം എന്ന് നിലനിൽക്കുന്നു അന്ന് വരെ ഞങ്ങൾ ജനാധിപത്യ നിയമ പോരാട്ടങ്ങളിലൂടെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.